CPM സംസ്ഥാനത്തെ നേതൃത്വത്തിന്റെ ഇടപെടലിന് പിന്നാലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പുകഴ്ത്തി CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. ജി സുധാകരൻ മഹാനായ നേതാവാണ്, അദ്ദേഹത്തിനെ അവഗണിച്ചിട്ടില്ല, ആർ നാസർ പറയുന്നു. സുധാകര സാഹിബിനെ പോലുള്ള ഒരു സാഹിബിനെ നമ്മളിപ്പം കൂടുതൽ പരിപാടികളിലേക്ക് നമ്മൾ വിളിക്കുന്നില്ല. വിളിക്കാതെ പ്രധാനപ്പെട്ട പരിപാടികളിൽ മാത്രമാണ് നമ്മൾ ക്ഷണിക്കുന്നത്, പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നത്. അതാണ് ഇതുകൊണ്ട് അവിടെ ഒരു കാര്യമില്ല. അവിടെ ഒരു ഏരിയ സമ്മേളനത്തിലേക്ക് ഒരു സാഹു പോയി സംസാരിക്കേണ്ടത് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ വിളിക്കുന്നു. ഓരോ അവഗണനയുടെയും പ്രശ്നം ഇല്ലെന്ന് ഇല്ല, എൻ്റെയും ഇല്ല, പാർട്ടിയിലും ഇല്ല. നിങ്ങളെന്തേ പറയുന്നത്? അങ്ങനെ അവഗണിക്കാവുന്ന ഒരാളല്ലല്ലോ അദ്ദേഹം. പിന്നെ നിങ്ങളെന്നെ അങ്ങനെ പറഞ്ഞു? അങ്ങനല്ല, അങ്ങനെ അവഗണന പ്രശ്നമേ ഇരിക്കുന്നില്ല. പരിപാടികൾ നമ്മളെ ക്രമീകരിച്ച് പങ്കെടുപ്പിക്കുന്നു എന്നുള്ള കഴിഞ്ഞ് വരാം. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ, അല്ല വേറൊരു കാര്യമില്ല. മനീഷ് മോഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, യഥാർത്ഥത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടതിന് ശേഷമാണ് ജില്ലാ നേതൃത്വത്തിന് ഈ ഒരു മനമാറ്റം വന്നിരിക്കുന്നത്. കാരണം ജി സുധാകരൻ വാക്കുകൾ കുറിച്ച് കടുപ്പിച്ചെന്ന് തോന്നുന്നു വിവരങ്ങൾ. SKN ആലപ്പുഴയിൽ 14 ഏരിയ സമ്മേളനങ്ങളിൽ 10 ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയായപ്പോൾ ഒരു ലോക്കൽ സമ്മേളനത്തിൽ പോലും ജി സുധാകരൻ ക്ഷണിക്കപ്പെട്ടില്ല. തന്റെ വീടിന്റെ 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് പോലും ജി സുധാകരൻ അവഗണിക്കപ്പെട്ടു എന്ന വിഷയം വലിയ വാർത്തയായതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ വിശദീകരണം ആദ്യം വന്നത്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, ഒപ്പം തന്നെ അദ്ദേഹം ഒരു സാധാരണ അംഗം മാത്രമാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാത്തതെന്നുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം വലിയ വിവാദമായി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടും സംസ്ഥാനത്തെ തന്നെ മുതിർന്ന ജി സുധാകരനെ പോലെയുള്ള പാലോടി മുഹമ്മദ് ഉട്ടി, തോമസ് ഐസക് അടക്കമുള്ള മുതിർന്ന നേതാക്കളെ അദ്ദേഹം നേരിട്ട് വിളിച്ചു. ജില്ലാ സെക്രട്ടറി ആർ നാസറിനെ നേരിട്ട് വിളിച്ചു.